നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായതോടെ നിലമ്പൂരിൽ പോരാട്ടം മുറുക്കി മുന്നണികൾ. പി വി അൻവർ കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ ചതുഷ്കോണ മത്സരത്തിന്റെ പ്രതീതിയാണ് ഇപ്പോൾ മണ്ഡലത്തിലുള്ളത്. അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടെ പെട്ടിയിൽ നിന്നാകുമെന്നതാണ് മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നത്. പരമാവധി വോട്ടേഴ്സിനെ നേരിൽ കണ്ട് വോട്ട് തേടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ. മണ്ഡലത്തിന്റെ പൊതുവെയുള്ള ചിത്രം നമുക്ക് സമർപ്പിക്കാനായി ദീപക് തർമ്മണം ചേരും. അതുപോലെ ശ്രീജിത് ശ്രീകുമാറിനും ഷഹദ് റഹ്മാനും വിപിൻ സി വിജയനും നിലമ്പൂരിൽ നിന്ന് പിന്നാലെ ചേരുന്നുണ്ട്. അവരും രാഷ്ട്രീയമായിട്ടുള്ള നിലമ്പൂരിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് ചില സൂചനകൾ നൽകും. ആദ്യം ദീപക് തർമ്മണത്തിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നിലമ്പൂരിൽ നല്ല മഴയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മഴയൊക്കെ കൊള്ളാതെ മാറി നിൽക്കുക. ദീപക്, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി മഴ പെയ്തു. അതായത് വലിയ ആവേശത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോയെങ്കിലും അന്തരീക്ഷം പിന്നെയും തണുത്തു. അതായത് തെരഞ്ഞെടുപ്പിൽ നേതാക്കൾ എത്തി. ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ, രണ്ടാമത് UDF ക്യാമ്പിന് ആവേശം പകരാൻ KC വേണുഗോപാൽ. ഇവരെല്ലാം എത്തിക്കഴിഞ്ഞതിന് ശേഷം അന്തരീക്ഷം പിന്നെയും തണുത്തു തുടങ്ങി. ഇനി ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനവും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രചരണവുമാണ് നടക്കേണ്ടത്. ഇനി 13 ദിവസമാണ് ഇനി ബാക്കിയുള്ളത്. 13 ദിവസം കൊണ്ട് പരമാവധി വോട്ട് പെട്ടിയിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ചതുഷ്കോണ മത്സരം എന്നൊക്കെ പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഇവിടെ മത്സരം UDFും LDFും തമ്മിൽ തന്നെയാണ്. കാരണം ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് വേണ്ടി വാതിൽ തുറന്നു കഴിഞ്ഞു. അത് ഇന്നലെ KC വേണുഗോപാൽ കൃത്യമായ രാഷ്ട്രീയ ആക്രമണം മുഖ്യമന്ത്രിയെ മാത്രം മുന്നം വെച്ചുകൊണ്ട്, ഇടതുമുന്നണിയെയും സർക്കാരിനെയും മാത്രം മുന്നം വെച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രീയ ആക്രമണം. അതോടുകൂടി അജണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ അജണ്ട അത് പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ആ പൊളിറ്റിക്കൽ ഫൈറ്റ് UDFും LDFും തമ്മിൽ മാത്രമാണ് എന്നത് രണ്ടു കൂട്ടരും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മാത്രവുമല്ല, PV അൻവർ എത്ര വോട്ട് പിടിക്കും എന്നതിനെക്കുറിച്ച് അകത്ത ആശങ്കയുണ്ടെങ്കിലും അവർ ആരും പുറത്തു പറയുന്നില്ല. അതായത് LDF ക്യാമ്പ് PV അൻവറിനെ ഒഴിവാക്കി കഴിഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. ഇന്നലെ KPCC പ്രസിഡന്റ് 24 അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹവും പറഞ്ഞത് ഒരു ഡിസൈഡിങ് ഫാക്ടർ പോലുമല്ല നിലമ്പൂരിൽ PV അൻവർ എന്നുള്ളതാണ്. അതായത് അൻവറിനെ അവഗണിച്ച് സ്വന്തം വോട്ട് കൂടുതൽ സമാഹരിക്കുക എന്ന രാഷ്ട്രീയത്തിലേക്ക്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിലേക്ക് രണ്ട് മുന്നണികൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ UDF ക്യാമ്പിന് ആത്മവിശ്വാസം പകരാൻ തങ്ങൾ കുടുംബം ഇന്ന് എത്തുന്നു. ഇന്ന് അബ്ബാസ് അലി തങ്ങളാണ് പ്രചരണം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രചരണം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അബ്ബാസ് അലി തങ്ങൾ പോത്തുകലിലേക്ക് എത്തുകയാണ്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രചരണം. അതുപോലെ LDF ക്യാമ്പ് അവരുടെ ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തനം അത് തുടരുകയാണ്. കാരണം സ്വരാജിനാണെങ്കിൽ 2 മാസം മുൻപ് തന്നെ A വിജയരാഘവനും സ്വരാജും മണ്ഡലത്തിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോകുന്നു. BJPയും വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ പരമാവധി വോട്ട് സമാഹരിക്കാൻ നേതൃത്വം ഇടപെട്ടുകൊണ്ടുള്ള പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്ന് PV അൻവർ മാധ്യമങ്ങളെ കാണില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത്. അദ്ദേഹം മറ്റെന്തോ പരിപാടികളിലാണ്, വീട്ടിലുണ്ടാകില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ചിത്രം ചൂട് പിടിക്കുന്ന തെരഞ്ഞെടുപ്പ് ചിത്രമാണ്. ദീപക് തർമ്മണമാണ് വിവരങ്ങൾ നൽകിയത്.